വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിന്റെ പരീക്ഷ ഇന്ന് 4/11/2025 നടന്നു. അല്ലെ, രാവിലെ 7 AM to 8:50 AM വരെ ആയിരുന്നു പരീക്ഷ. പരീക്ഷയിൽ 14 ജില്ലകളിലായിട്ട് ആണ് പരീക്ഷ നടന്നത്. ഓരോ ജില്ലയിലും പരീക്ഷയിലുണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് വരുമ്പോഴൊക്കെ വ്യത്യാസമുണ്ട് ഉണ്ടാവും. അപ്പോൾ പരീക്ഷ വിശകലനം ഒന്ന് നടത്താമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച പരീക്ഷയെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ച മാർക്കിനെ കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തരും അവർ എത്രയായിരിക്കും സാറേ കട്ട് ഓഫ് മാർക്ക് വരിക, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ 024/2025 ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസിൻ്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത് 41,387,000 ആണ് ഇതിൻ്റെ ശമ്പള സ്കെയില് വരുന്നത്. ഒഴിവുകൾ എല്ലാ ജില്ലയിലും ഒഴിവുകൾ ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ വരാനുള്ള സാധ്യത ഏറെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 1498 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ 1097 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 262 പേര്, ആലപ്പുഴ ജില്ലയിൽ 865 പേര്, കോട്ടയം ജില്ലയിൽ 613 പേര്, ഇടുക്കി ജില്ലയിൽ 291 പേര്, അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 910 പേര്, തൃശ്ശൂർ ജില്ലയിൽ 1376 പേര്, അതുപോലെ പാലക്കാട് ജില്ലയിൽ 2488 പേര്, മലപ്പുറം ജില്ലയിൽ 440 പേര്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ 1831 പേര്, അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ 415 പേര്, കണ്ണൂർ ജില്ലയിൽ 1364 പേര്, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ 1219 പേര്. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. ഇതിൽ 65% ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ എത്തിയെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ ജില്ലയിലും ഞാൻ പറഞ്ഞു, ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പരീക്ഷ പൊതുവെ മീഡിയം ലെവലിലുള്ള ഒരു എക്സാം ആയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. എന്നാൽ നല്ല എളുപ്പവുമായില്ല, എന്നാൽ പ്രയാസമുള്ളതുമായിരുന്നില്ല. ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റാങ്ക് ഫയൽ തയ്യാറാക്കി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പല ഉദ്യോഗാർത്ഥികളും വിളിച്ചു പറയുകയുണ്ടായി, സാറ് ചെയ്ത ക്ലാസ്സിൽ നിന്നും റാങ്ക് ഫയലിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് എങ്ങനെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചൊരു വിശദമായ ഒരു അവലോകനം നമുക്ക് നടത്തി നോക്കാം. അപ്പോൾ ഓരോ ജില്ലയിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ എടുത്താൽ, തിരുവനന്തപുരം ജില്ലയിൽ 55-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ, കൊല്ലം ജില്ലയിൽ 53-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ 50-നും 55 മാർക്കിനും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല എടുത്താൽ, ആലപ്പുഴ ജില്ലയിൽ 45-നും 50-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ, കോട്ടയം ജില്ലയിൽ 50-നും 55 മാർക്കിനും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇടുക്കി ജില്ല എടുത്താൽ, ഇടുക്കി ജില്ലയിൽ 45-നും 50-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ 52-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എടുത്താൽ 55-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ 55-നും 59-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥി ഇരിക്കുന്നത്. മലപ്പുറം ജില്ല എടുത്താൽ, മലപ്പുറം ജില്ലയിലും 55-നും 59-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. കോഴിക്കോട് ജില്ല എടുത്താൽ, കോഴിക്കോട് ജില്ലയിലെ 48-നും 53-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. വയനാട് ജില്ല എടുത്താൽ, വയനാട് ജില്ലയിലെ 45-നും 50-നും ഇടയ്ക്ക്
കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 50-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ല എടുത്താൽ കാസർഗോഡ് ജില്ലയിൽ 45-നും 50-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് പൊതുവെ മീഡിയം ലെവലിലുള്ള എക്സാം ആയിരുന്നുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് പൊതുവെ വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഓരോ ജില്ലയിലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര കണ്ട് ഉയർത്തണം അല്ലെങ്കിൽ താഴ്ത്തണം എന്നത് ഉദ്യോഗാർത്ഥികൾ എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ നിലയിലുള്ള ഒരു കട്ട് ഓഫ് മാർക്കാണ് ഓരോ ജില്ലയിലും പ്രതീക്ഷിക്കുന്നത്. ഇനി ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന നടപടികളാണ് PSC യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ തുടർ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുകയും ഒരു 120 ദിവസത്തിനുള്ളിൽ 90 അല്ലെങ്കിൽ 120 ദിവസത്തിനുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഉള്ള രീതിയിലുള്ള നടപടികളൊക്കെ തന്നെ PSC യുടെ ഭാഗത്തു നിന്ന് നടപ്പാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 90-120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആ കൃത്യസമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിശകലനം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.